ഹായ്. അപ്പോൾ ഇന്ന് നമുക്കേ നമ്മുടെ നീളം പയർ കായ്ച്ചു കിടക്കുന്നു, അതുപോലെ നമുക്ക് കുറച്ച് വിളവെടുപ്പും പിന്നെ അതിൻ്റെ വളപ്രയോഗവും കീടനാശിനിയും എന്താണെന്നും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിൽ. അപ്പോൾ ഇതാ നമുക്കുണ്ടായ പയർ കണ്ടോ, നല്ല നീളത്തിലുള്ള പയറാണ് കേട്ടോ. ഈ ഒരു പയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3-4 എണ്ണം നമുക്ക് കിട്ടിയാൽ മതി, ഒരുപാടൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നടാൻ സ്ഥലമില്ലാത്തവരൊക്കെ ആണല്ലേ 1-2 സിമൻറ്റ് ചാക്കിലൊക്കെ നട്ടൊരു കമ്പൊക്കെ കൊത്തിക്കൊടുത്ത് അതും വളർന്നു പറയാൻ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വേറെ വലിയ വലിയ വളങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പയർ നമുക്ക് നല്ല രീതിയിൽ കിളിർപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് പയർ കിളിർപ്പിക്കുന്ന സമയത്തേ ഒരു 2 മണിക്കൂർ വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നട്ടു കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് വിത്ത് നേരിട്ട് നട്ടു കൊടുക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നമ്മുടെ വിത്ത് കിളിർത്ത് വരും. പയറിന് വിത്തൊക്കെ പെട്ടെന്ന് കിളിർക്കുകയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കിളിർത്ത് വന്നതിനൊക്കെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കമ്പൊക്കെ കുത്തിക്കൊടുത്ത് അതുവഴിയൊക്കെ പടർന്ന് കയറാൻ തുടങ്ങുമ്പം നമ്മൾ നല്ല രീതിയിൽ ഒന്നുകിൽ പച്ചച്ചാണകമോ അതുപോലെ എന്തെങ്കിലും ജൈവവളങ്ങളൊക്കെ സ്ലറി ആയിട്ട് വേനൽക്കാലത്ത് നമുക്ക് കൂടുതലും സ്ലറി ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്, ഏത് വളമാണേലും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ മുഞ്ഞയ്ക്ക് ഉറുമ്പിനുമുള്ള പ്രതിവിധിയാണ്. അപ്പം നമ്മൾ കമ്പയിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഉറുമ്പിൻ്റെ ശല്യവും മുഞ്ഞയുടെ ശല്യമൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പം നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേപ്പെണ്ണയും വെളുത്തുള്ളിയും മിശ്രിതം കൂടെ സ്പ്രേ ചെയ്യുമല്ലേ. അതൊക്കെ ചെയ്ത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ഇത്തിരി ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇലയിലും തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണല്ലേ മുഞ്ഞ ശല്യം ഉറുമ്പ് ശല്യം ഒഴിവാക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഇന്ന് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല നീളവും നല്ല വണ്ണമുള്ള പയർ. ഇത് നമ്മൾ മെഴുക്കുവരട്ടി വെക്കുക, അതേപോലെ തോരൻ വെക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് തന്നെയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു കെമിക്കലും ഇല്ല, നമ്മൾ വലിയ രീതിയിലുള്ള കീടനാശിനികളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലുള്ള പയറൊക്കെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കുക, അതുപോലെ തന്നെ തോരൻ വെച്ചൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് നമ്മുടെ പാവയ്ക്കായും ഉണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്കായൊക്കെ ഒരുപാട് വിളവെടുത്തിട്ട് നമുക്ക് വീണ്ടും കിട്ടുന്ന പാവയ്ക്കയാണ്. അപ്പോൾ ഇതുപോലെ വിളവെടുപ്പൊക്കെ എപ്പോഴും കാണിക്കുമ്പോൾ ആർക്കൊന്നും എന്താ വെച്ചാൽ അത്ര വലിയ ഇഷ്ടപ്പെടുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വിളവെടുപ്പല്ലേ. പക്ഷെ നമുക്കൊക്കെ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ചെയ്യുന്ന വളങ്ങളും അതുപോലെ എന്താ കീടനാശിനി ചെയ്യുന്നതും അതൊക്കെയാണല്ലോ നമുക്കൊക്കെ അറിയേണ്ടത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ മതി, നമുക്കൊരു കെമിക്കലും ഇല്ലാതെ. അത് ഒരുപാട് എണ്ണവോ അതുപോലെ വലിയ വലിപ്പമോ ഒന്നും വേണ്ട. നമ്മുടെ ഇത്തിരി സ്ഥലത്ത് കിട്ടുന്ന ഒത്തിരി വിളവല്ലേ, അതും ഒത്തിരി സന്തോഷവും. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളരിക്കയൊക്കെ കണ്ടില്ലേ, ഇപ്പം വിഷുവിനത്തേക്കൊക്കെ പ്രതീക്ഷിച്ച് ഇത്തിരി നേരത്തെ നട്ടതുകൊണ്ട് വിഷുവിന് മുമ്പേ വിളവുമായി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വിഷുവിനത്തിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ പഴുത്തതൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇതേപോലെ പഴുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളരിക്കായും അതേപോലെ തന്നെ കുറച്ച് പയറും അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്കായും ഇന്നത്തെ വിളവായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ദിവസത്തെ വൈകുന്നേരവും നമ്മൾ പച്ചക്കറിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് കിട്ടുന്ന വലിയ സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.